ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഭാഗത്ത് നിന്ന് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രവും അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തുകയുണ്ടായി. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല ഈ 3 പ്രദേശങ്ങളിലും ഈ ദുരന്ത മേഖലകൾ അദ്ദേഹം ആകാശ നിരീക്ഷണത്തിലൂടെ കാണുകയുണ്ടായി. ഇക്കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം ബെയിലി പാലത്തിന് സമീപം എത്തി അദ്ദേഹം ദുരന്ത മേഖലകൾ നേരിട്ട് കാണുകയാണ്. നേരത്തെ ആകാശ നിരീക്ഷണം നടത്തിയ അതേ മേഖലകൾ അദ്ദേഹം ഇപ്പോൾ നേരിട്ട് സന്ദർശനം നടത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ മുണ്ടക്കൈക്ക് സമീപം ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അദ്ദേഹം ദുരന്ത മേഖലകളിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി ചൂരൽമലയിലെ ദുരന്തബാധിത മേഖലകളിലൂടെ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹം എത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പമുണ്ട്, ഗവർണർ അദ്ദേഹത്തോട് ഒപ്പം ഉണ്ട്, ഉദ്യോഗസ്ഥ സംഘമുണ്ട്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം സൈന്യത്തിനൊപ്പം ആണ് ഇപ്പോൾ ഈ ദുരന്ത മേഖലകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ച പ്രധാനമന്ത്രി ഇപ്പോൾ സന്ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ ദൃശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ചൂരൽമലയിൽ സന്ദർശനം നടത്തുന്നു. ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ADGP അജിത് കുമാർ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതെ മഞ്ജുഷ്, ഈ ദുരന്ത മേഖലകളിൽ ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശിക്കുകയാണ്. ഈ ബെയിലി പാലത്തിലൂടെ അദ്ദേഹം ഈ മേഖലയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ പ്രദേശത്തെത്തി, അതിനുശേഷമാണ് ഈ മേഖലയിലേക്ക് എത്തി ഇത് നേരിട്ട് നോക്കുകയാണെന്ന്. ഒരുപക്ഷെ ഇത് നമുക്ക് നേരത്തെ അദ്ദേഹത്തിന്റെ SPGയുടെ പ്ലാനൊക്കെ അനുസരിച്ച് നേരത്തെ അദ്ദേഹത്തിന്റെ ഈ ടൂർ പ്ലാനിൽ അത് ഉണ്ടായിരുന്നതല്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അവിടെ എത്തി ഇത് കാണുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. അതിന്റെ അത്യന്തം ബീഭത്സമായ ഒരു കാഴ്ച ഇതിനോടൊപ്പമുണ്ട്. അത് അദ്ദേഹം നോക്കിക്കാണുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒപ്പം പ്രദേശവാസികൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് അംഗമടക്കം അവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. SPGയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ചീഫ് സെക്രട്ടറി അദ്ദേഹത്തോടൊപ്പം ഈ സന്ദർശന സമയത്തുണ്ട്. ഗവർണറും അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അങ്ങനെ ആ ദുരന്ത ബാധിത മേഖലകളിലൂടെ അല്പസമയമെങ്കിലും പ്രധാനമന്ത്രി ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഏറെ നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ്. അവിടെ നമുക്ക് ചുറ്റുപാടും കാണാം. ഒരു ദുരന്തം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു പ്രദേശത്തെ നമുക്ക് പൂർണ്ണമായും കാണാം. ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. പട്ടാളത്തിന്റെ ആർമിയുടെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ ADGP ആ ദുരന്ത മേഖലയിലുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ദുരന്തം വല്ലാതെ സംഭവിപ്പിച്ച ആ മേഖലകളിലൊക്കെ പ്രധാനമന്ത്രി എത്തി ഇത് നേരിട്ട് കാണുന്നു എന്നുള്ളതാണ്. ബെയിലി പാലത്തിലൂടെ നടന്ന് അപ്പുറത്ത് കയറിയാണ് അദ്ദേഹം ഇതൊക്കെ കാണുന്നത്. എത്രയധികം ഈ ദുരന്തം ഇതിന്റെ വ്യാപ്തി എത്രയാണ് എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. കൃത്യമായി തന്നെ അദ്ദേഹം അത് കാണുന്നു, ചെയ്യുന്നു. ആ മേഖലയിൽ നമുക്ക് ചുറ്റുപാടും കാണാം, അദ്ദേഹത്തിന്റെ ചുറ്റുപാടും കാണാം. നിരവധിയായി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒഴുകി വന്ന ഈ പറഞ്ഞതുപോലെ കുത്തൊഴുക്കിൽ വന്ന പാറക്കഷ്ണങ്ങൾ ആ പ്രദേശത്തൊക്കെ, ഇദ്ദേഹം പോകുന്ന പ്രദേശത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, ജനങ്ങൾ താമസിച്ചിരുന്നു, കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള അതിഭീതിജനകമായ ദൃശ്യങ്ങൾ അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും വയനാടിനെ വീണ്ടെടുക്കാനുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ കാണാം. ADGP അടക്കം ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ച് നൽകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ചൂരൽമല സന്ദർശനം ഇത്തരത്തിലധികം സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കുമെന്ന കാര്യത്തിൽ നിന്നൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. നേരത്തെ അത്തരം കാര്യങ്ങൾ പങ്കുവെക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ അത് SPG ഏറ്റവും അവസാന നിമിഷം അത് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം തന്നെ അത് ഒരുപക്ഷെ പ്ലാൻ ചെയ്തതായിരിക്കണമെന്ന് വേണം മനസ്സിലാക്കാൻ. തൊട്ടുപുറകിലൊക്കെ ഈ തകർന്ന വീടുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ സ്ഥലത്തിലൊക്കെ അദ്ദേഹം പോയി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കാണുന്നത് ഈ ദുരന്ത ബാധിത മേഖലയിലൂടെ പ്രധാനമന്ത്രി ബെയിലി പാലത്തിലൂടെ വന്ന് അവിടെ കടന്ന് ദുരന്ത ബാധിത മേഖലയിലൂടെ പ്രധാനമന്ത്രി ഓരോ സ്ഥലത്തും എത്തുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുണ്ട്. ചീഫ് സെക്രട്ടറിയെ നമുക്ക് ദൃശ്യങ്ങളിൽ ഏതായാലും കാണാം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സമയത്തും ഇനിയുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം ആശുപത്രിയിലേക്ക് എപ്പോഴേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് 10-20 മിനിറ്റിനകം ഈ മേഖലയിലൂടെ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തുകൂടി അദ്ദേഹം കടന്നുപോകും. മേപ്പാടി മേഖലയിലൂടെ അദ്ദേഹം കടന്നുപോകും. അതിനുശേഷമാണ് ഈ ആശുപത്രിയിലേക്ക് എത്തി അവിടുത്തെ ആളുകളെ സന്ദർശിക്കുക
എന്നതും പ്രധാനമാണ്. അവിടെയും അദ്ദേഹം ആളുകളുമായി സംസാരിച്ചേക്കാം എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചൂരൽമലയിലെ ദുരന്തബാധിത മേഖലയിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അവിടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു, പ്രദേശവാസികളുമായി സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് അംഗത്തിന്റെ അടക്കം സാന്നിധ്യം അവിടെയുണ്ട്. പോലീസ്, സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ എത്രത്തോളം സഹായം വയനാടിന് വേണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഒരുപക്ഷെ ഈ സന്ദർശനം അദ്ദേഹത്തിന് സഹായകമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കേന്ദ്ര സഹായം വയനാടിന്റെ പുനരുജ്ജീവനത്തിന് എത്രത്തോളം അത്യാവശ്യമാണ് എന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത് അത്രത്തോളം തകർന്നു പോയ ചൂരൽമല പ്രദേശത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം അത് നേരിട്ട് കണ്ട് വിലയിരുത്തുന്നു. കേന്ദ്ര സഹായം കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകം തന്നെ പ്രധാനമന്ത്രിയോട് അത് ലഭ്യമാകും എന്ന് കരുതാം. കേരളം പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനൊപ്പം ചേർത്ത് വെക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തി നമുക്കതിനുള്ള സഹായ സഹകരണങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് വേണം കരുതാൻ. വീണ്ടും ഈ മേപ്പാടി സ്ഥലത്ത് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിന് തന്നെ ഇതിലെ കൂടെ തിരിച്ച് കടന്നു വരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഈ കാണുന്ന ദൃശ്യങ്ങൾ അല്പം മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കാം എന്ന് വേണം കരുതാൻ. അത്തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിലെ ഭൂമി നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ ആ മേഖലയിൽ എത്തുന്നു. നമ്മുടെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ബെയിലി പാലത്തിൽ എത്തും എന്ന് മാത്രമാണ് നമുക്ക് നേരത്തെ SPG അടക്കം നൽകിയിരുന്ന വിവരം. പക്ഷേ ചൂരൽമലയിലെ ആ മേഖലകളിലേക്ക് അദ്ദേഹം പോകുമെന്ന കാര്യത്തിൽ നേരത്തെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അദ്ദേഹം അവിടെ പോയി ആ പ്രദേശത്ത് സമയങ്ങൾ ചിലവഴിച്ചു. ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം അത്തരം കാര്യങ്ങൾ വിശകലനം നടത്തി. അവർ കാര്യങ്ങൾ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വലിയ കൈത്താങ്ങായി പ്രധാനമന്ത്രി ഇപ്പോൾ കടന്നുവരുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്താണ് കേന്ദ്രം വയനാടിനായി കാത്തുവച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിന് വേണ്ടി കേന്ദ്രം എന്തൊക്കെ കാര്യങ്ങൾ നൽകുമെന്നുള്ളത് തന്നെയാണ്. അതിനുള്ള പ്രഖ്യാപനങ്ങൾ എപ്പോൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വളരെ കരുതലോടുകൂടി തന്നെ ആ വിഷയത്തിൽ കേന്ദ്രം ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം അത്ര വലിയ ദുരന്തമാണ് അത് നടന്നത് എന്ന് കൃത്യമായി കണ്ട് ബോധ്യപ്പെടാൻ പ്രധാനമന്ത്രിക്ക് ഇതിനകമായിട്ടുണ്ട് എന്നുള്ളത് നിർണായകമാണ്. നേരിട്ട് കണ്ടപ്പോൾ തന്നെയാണ് ഇതെത്രയോ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് എന്ന് പ്രധാനമന്ത്രിക്ക് പോലും മനസ്സിലായത് എന്നത് ഇതിലൂടെ ചേർത്ത് വായിക്കണം. കാരണം